സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസിലെത്തി. പുനലൂരിൽ 39.6 ഡിഗ്രി സെൽഷ്യസാണ് താപനില. 6 ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടിയുണ്ട്. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിനേഷ്, കൊടും ചൂടിന് ഒരു ശമനവുമില്ല എന്നതാണ് നിലവിലെ സ്ഥിതി സംസ്ഥാനത്ത്. ഇപ്പോൾ പാലക്കാടിന് പിന്നാലെ പുനലൂരിലും 40 ഡിഗ്രിയിലേക്ക് എത്താൻ പോകുന്നു എന്ന കണക്കുകൾ കൂടി വരുമ്പോൾ ജനജീവിതം അത്രമേൽ ദുസ്സഹമാകുന്ന സാഹചര്യമാണ്. വേനൽ മഴയുണ്ടെങ്കിൽ മാത്രമേ ഒരു ചെറിയ ആശ്വാസമെങ്കിലും ലഭിക്കൂ എന്നാണ് ജനങ്ങൾ പൊതുവിൽ പറയുന്നത്. എന്താണ് നിലവിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? വിനേഷ് കുമാർ. പ്രജിൻ ക്രിസ്റ്റീന, നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം വളരെ ജനജീവിതം ദുസ്സഹമാണ്. രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ വേനൽ മഴ ഉണ്ടാവേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മഴ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ ചില സ്ഥലങ്ങളിൽ, കോതമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ അത് മറ്റ് ജില്ലകളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. 22 വരെ, അതായത് നാളെ വൈകുന്നേരം വരെ മഴ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കാലാവസ്ഥാ ഗവേഷണ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്നും നാളെയുമായി വൈകുന്നേരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ തിരുവനന്തപുരം, അതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നേരിയ ആശ്വാസത്തിൻ്റെ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വൈദ്യുതി ഉപഭോഗം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഇന്നലെ കുറഞ്ഞിട്ടുണ്ട്. കാരണം 6000 മെഗാവാട്ടിന് മുകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ. പക്ഷേ ഇന്നലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് 5000 ചില്ലറമായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് വൈദ്യുതി മന്ത്രി പറയുന്നതെങ്കിലും ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ, വേനൽ മഴയൊന്നും ലഭിക്കാതെ ഇങ്ങനെ തുടരുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിലേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടവിട്ട് വൈദ്യുതി നിലയ്ക്കുന്നൊരവസ്ഥ രാത്രികൾ പ്രധാനമായും ഉണ്ട്. ഇത് ലോഡ് ഷെഡിംഗ് അല്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. കാരണം ഈ ട്രാൻസ്ഫോമറുകൾക്ക് ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നും പറയുന്നുണ്ട്. എന്തായാലും ചൂട് കൂടിയിട്ടുണ്ട്. പാലക്കാട് തന്നെയാണ് 40 ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട്. രണ്ടാമത് ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ 39.6 ഡിഗ്രിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. മറ്റുള്ള ജില്ലകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 36 ഡിഗ്രിയാണ് നിലവിൽ തിരുവനന്തപുരത്തുള്ളത്. മറ്റുള്ള എറണാകുളം പോലുള്ള ജില്ലകളിൽ 37 ഇതിൽ വയനാട്, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് നേരിയ ആശ്വാസമുള്ളത്. ഇവിടെ വലിയ തോതിൽ ഒരു കത്തുന്ന ചൂടില്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ചൂട് കൂടാൻ തന്നെയാണ് സാധ്യത. ഇടവിട്ട് വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രജിൻ ക്രിസ്റ്റീന. ശരി, എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കാലാവസ്ഥാ വിവരങ്ങളാണ് പങ്കുവച്ചത്. ഒപ്പം തന്നെ ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും വിനേഷ് കുമാർ പറയുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.